പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടിയാന പൂയംകുട്ടി ജനവാസ മേഖലയിലെത്തി. കൂട്ടം വിട്ട് പൂയംകുട്ടി പുഴയിലൂടെ ഒഴുകി വന്ന കുട്ടിയാന മണികണ്ഠൻ ചപ്പാത്തിന് സമീപം കരയ്ക്ക് കയറിയാണ് ടൗണിലെത്തിയത്. എബിൻ ജോസ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. എബിൻ, വനം വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ടോ? അവർ സ്ഥലത്തെത്തിയോ? ഇനി ഈ കുട്ടിയാനയെ തിരികെ വനത്തിലേക്ക് അയക്കാനുള്ള നടപടികൾ എങ്ങനെ? കുട്ടിയാനയെ വനത്തിലേക്ക് തന്നെ കയറ്റി വിട്ടിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഇത് പൂയംകുട്ടി പുഴയിലൂടെ ഒഴുകി വന്ന മണികണ്ഠൻ ചപ്പാത്ത് വഴി ജനവാസ മേഖലയിലേക്ക് എത്തിയതായിരുന്നു. അപ്പോൾ തന്നെ നാട്ടുകാർ ഈ ഫോറസ്റ്റിനെ വിവരം അറിയിക്കുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ ആനയെ കാട്ടിലേക്ക് തന്നെ കയറ്റിവിടുകയും ചെയ്തിട്ടുണ്ട്. പുഴയിലൂടെ ഒഴുകിയെത്തിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. ഒഴുക്കിൽപ്പെട്ട് എത്തിയതാവാം. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ആന ഒഴുക്കിൽപ്പെടുന്ന സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാട്ടാനകൾ ധാരാളമുള്ള മേഖലയാണ്. ജനവാസ മേഖലയിൽ ഉൾപ്പെടെ കാട്ടാന എത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ നിന്ന് ഒഴുകി വന്ന കുട്ടിയാനയാകാമെന്നാണ് ആളുകൾ പറയുന്നത്. ശരി, പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടിയാന പൂയംകുട്ടി ജനവാസ മേഖലയിൽ എത്തിയിരുന്നു. പിന്നീട് വനംവകുപ്പ് എത്തി കുട്ടിയാനയെ വനത്തിലേക്ക് തിരികെ വിട്ടു. എബിൻ ജോസാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.